പൊളി രക്ഷയില്ല. CarJJ கம்யூனிகேஷன் நல்லா குவாலிட்டியாக பண்ணி கொடுத்துருக்காங்க. தமிழ்நாடு கஸ்டமர்ஸ்ன்றது இல்லாமல் எல்லா கஸ்டமர்ஸும் வந்து குவாலிட்டி பண்ணி கொடுத்துருக்காங்க. சீப் அண்ட் பெஸ்ட்டாக குவாலிட்டி കൊടുത്തിருக்காங்க. നമ്മളുടെ യൂട്യൂബ് ചാനൽ ഇതേ 1 lakh സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ്. 1 ലക്ഷം സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ആൾക്കാരെ നമ്മളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി തുടർന്നും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു 1 ലക്ഷം സബ്സ്ക്രൈബർ ആവാൻ വേണ്ടി നമ്മൾക്ക് എടുത്ത ടൈം എന്ന് പറഞ്ഞിട്ട് 5 വർഷത്തോളം എടുത്തു. നമ്മളുടെ ഗാരേജ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളം ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഫേസ്ബുക്കൊക്കെ വഴിയായിരുന്നു നമ്മളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നത്, നമ്മൾ ചെയ്യുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ യൂട്യൂബിൽ 2017 ഒക്ടോബറിൽ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ യൂട്യൂബിൻ്റെ വീഡിയോസ് ഇപ്പോൾ ഫ്ലഡ് ആയ ടൈമിലൊക്കെ ഫ്ലഡ് എഫക്റ്റഡ് വണ്ടികളൊക്കെ എങ്ങനെ പണിയാന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ സബ്സ്ക്രൈബർ കയറി വന്ന് 5 വർഷം കഴിയുമ്പോൾ അതേ 1 lakh സബ്സ്ക്രൈബർ ആവണം. ഒരു യൂട്യൂബറെ അപേക്ഷിച്ച് 1 ലക്ഷം സബ്സ്ക്രൈബർ ആവാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇതാണ് അത് നമുക്ക് പ്ലേ ബട്ടൺ കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ നമ്മളൊരു നല്ലൊരു യൂട്യൂബ് ചാനലായി 1 ലക്ഷം സബ്സ്ക്രൈബറുള്ള യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ അതൊരു പ്രീമിയം യൂട്യൂബ് ചാനലായോണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വളരെയധികം സന്തോഷം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അതെ, ഞാനിപ്പോൾ ഗ്യാരേജിലാണ്. കുറച്ച് വണ്ടികൾ ഇന്നലെ ഒരു വണ്ടി ഡെലിവറി ചെയ്തു. ഇന്നത്തെ ഒരു വണ്ടി ഡെലിവറി ചെയ്യാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ 260 സബ്സ്ക്രൈബറും കൂടി വേണം. പക്ഷേ അതെന്തായാലും ഇപ്പോൾ എടുത്ത് തന്നെ ആവും. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ വീഡിയോ എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും തുടർന്നും സപ്പോർട്ട് ചെയ്യുക ഗ്യാരേജിനെ. ഓരോ വർഷം കഴിയുന്തോറും നമ്മളുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യണ മാതിരി തന്നെ നമ്മളുടെ ഗ്യാരേജ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ആദ്യം 2017 നമ്മൾ മെക്കാനിക്കൽ വർക്കുകളും അതിൻ്റെ കൂടെ പെയിൻറ്റിങ് ആയിരുന്നു ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ പെയിൻറ്റിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്തു. പിന്നെ നമ്മൾ ബൂത്തൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ്. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി ബൂത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ടൂൾസ് കുറേ എല്ലാ ടൂളും പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിരുന്നില്ല. അതും നമ്മൾ പതുക്കെ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഗ്യാരേജും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയും തോറും. അപ്പോൾ ആ അപ്ഡേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ കൺവേർഷൻ വരുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെപ്പറ്റിയും നമ്മളിപ്പോൾ ബെലിന് ചെയ്തു, മൊബൈലിയോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് പറയാം എസ്ക്രോസ്, അങ്ങനെ ഒരുപാട് വണ്ടികൾ, ഫോർച്യൂണർ, ഇപ്പോൾ സ്കോർപ്പിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സിയാസ്, അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകുന്ന വണ്ടികളാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങിയ ബെലിനോ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പഠിക്കണം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ചാനൽ വളർന്നുകൊണ്ടിരിക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഗ്യാരേജും വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. അതേപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് വാഹനങ്ങളും വരുന്നുണ്ട് കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് വാഹനങ്ങളും വരുന്നുണ്ട്. കാരണം ഒരുപാട് വണ്ടികൾ നമുക്ക് വർക്കിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കും കണ്ടിട്ട് അതേപോലെ തന്നെ ചില കസ്റ്റമേഴ്സ് ഇവിടുന്ന് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞ് വാഹനങ്ങളും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം എടുക്കാം, ഞാൻ ശ്രമിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ യൂസ് ചെയ്തിരുന്ന ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ GoPro G7Xും പിന്നെ നമ്മളുടെ ഐഫോണായിരുന്നു. അപ്പോൾ ഇനി ക്യാമറയും കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അതങ്ങനെ പതുക്കെ നടക്കും. നമ്മൾ ഇതുവരെ യൂട്യൂബിൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ മാസം നമ്മൾക്ക് ഏകദേശം ഒരു 9 രൂപ 8 രൂപ ആ റേഞ്ചാണ് കിട്ടുന്നത്. പിന്നെ ചില മാസങ്ങൾ നമ്മൾക്ക് ചിലപ്പോൾ 10-15 രൂപയൊക്കെ കിട്ടിയെന്നും വരും. അത് ആ വീഡിയോസ് ഇടുന്നതും ആ വീഡിയോസിൻ്റെ വ്യൂസൊക്കെ അനുസരിച്ചാണ്. മിനിമം 7 രൂപ വെച്ചിട്ട് എന്തായാലും എല്ലാ മാസം കിട്ടുന്നുണ്ട്. മാക്സിമം 15 രൂപ വെച്ചിട്ട് ഒരേ മാസം കൂട്ടുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ചില മാസങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടിന്യൂ, ഇപ്പോൾ നാളൊക്കെ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് 22 രൂപ 20 രൂപയൊക്കെ നമ്മൾക്ക് കിട്ടിയിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഒരാളുള്ളൂ, ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് ഗ്യാരേജിലെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾക്കൊരു പരിമിതികളുണ്ട്. നമ്മൾക്ക് വേറൊരു ബിസിനസ്സും ഉണ്ട് കൂടെ, അതിൻ്റെ കൂടെ തന്നെ യൂട്യൂബും ഉണ്ട്. യൂട്യൂബ് മാത്രമാണെങ്കിൽ നമുക്ക് അത് മാത്രം ഇങ്ങനെ ഫോക്കസ് നടത്തായിരുന്നു. അപ്പോൾ ചില വീഡിയോസൊക്കെ കുറേ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക. ഇനിയും നല്ല രീതിയിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ മാക്സിമം ഇപ്പോൾ വർക്കേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഒക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വർക്കേഴ്സാണ്. അപ്പോൾ നമ്മളൊരു വണ്ടി ഇറങ്ങുമ്പോൾ മാക്സിമം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഓരോ വണ്ടി എടുക്കുന്നതും അതിൻ്റെ ഇപ്പോൾ പണി ചെയ്യണതും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ചില വാഹനങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഇത്ര നാൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതൊരു സ്ഥാപനമായാലും ചെറിയ
ഇതുകളുണ്ടാവും. അതൊഴിച്ചിട്ട് വേറൊരു മേജറായിട്ടുള്ള കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഇതുവരെ നമ്മളുടെ ഒരു ഗ്യാരേജിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മാക്സിമം നമ്മളെല്ലാ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു വണ്ടി ബോഡി ഷേപ്പിംഗ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയണ വരുന്ന ബോഡി ഷേപ്പിംഗ് കഴിഞ്ഞാൽ അതിന് 1K പ്രൈമറാണ് 2K പ്രൈമറാണ് സർഫേസറാണോ എന്ന് പെയിൻറ്റർമാർ ആദ്യം നിശ്ചയിക്കും. അതിനുശേഷം ആ പ്രൈമർ അടിക്കും. അത് കുറച്ച് ക്ലിയർ ചെയ്തിട്ട് അത് വേണ്ട കളറിൻ്റെ ബേസ് ഏതാണ് അടിക്കേണ്ടത്. ചില വണ്ടികൾക്ക് ചിലപ്പോൾ റെഡ് അടിക്കണമെങ്കിൽ സിൽവർ അടിക്കേണ്ടി വരും, ക്യാൻഡി റെഡൊക്കെ അങ്ങനെയാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് അടിക്കേണ്ടി വരും. അങ്ങനെ ഏത് ബേസാണ് വേണ്ടത് അത് നിശ്ചയിക്കുക, അത് അടിക്കും. അതിന് ശേഷമാണ് പെയിൻറ്റിങ് ചെയ്യുക. അതിനുശേഷം ക്ലിയർ കോട്ട് അടിക്കും, കട്ട് ചെയ്യും, പോളിഷ് ചെയ്യും. അപ്പോൾ ബഫ് ചെയ്യും, 3M വാച്ച് പോളിഷിങ് ഇട്ട് ബഫ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കും. അങ്ങനെ ഓരോ സ്റ്റെപ്പും വെച്ചിട്ട് ഇതുവരെ അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റും കാര്യങ്ങളും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചാനൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഞാനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറയാൻ. അറിയാം, ഒരു യൂട്യൂബർക്ക് ഒരു പ്ലേ ബട്ടൺ കിട്ടാൻ പോകണം, അല്ലെങ്കിൽ 1,00,000 സബ്സ്ക്രൈബർ ആവണമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു അഭിമാനമാണ്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.